സ്നേഹമുള്ളവരെ, വീണ്ടും ഒരു ക്രിസ്മസ് വരവായി. ക്രിസ്മസ് വീണ്ടും ആഘോഷിക്കുവാനായി ദൈവം നമ്മെ ഒരുക്കി. എന്താണ് ക്രിസ്മസ്? ദൈവം ഭൂമിയെ ചുംബിച്ച ദിനമാണ് ക്രിസ്മസ്. അതെ, ദൈവാധിരാജനായ ദൈവം, മഹോന്നതനായ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനായി, നമ്മെപ്പോലെ ഒരുവനായി ഭൂമിയിലേക്ക് അവതരിച്ച ദിനമാണ് ക്രിസ്മസ്. അതെ, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, വചനം നമ്മോടുകൂടെ അവതരിച്ചതിൻ്റെ ദിനമാണ് ക്രിസ്മസ്. രക്ഷയുടെ ദിനമാണ് ക്രിസ്മസ്. പാപികളായ നമ്മെ രക്ഷയിലേക്ക് ആനയിക്കുവാനായി ദൈവം അവതരിച്ച ആ രക്ഷയുടെ സുദിനമാണ് ക്രിസ്മസ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-16 വാക്യത്തിൽ പ്രകാരം പറയുന്നു: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാനായി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതെ, ദൈവം സ്നേഹത്തിൻ്റെ ആ അടയാളമാണ്. പിറവി തിരുനാളാണ് ക്രിസ്മസ്. ക്രിസ്മസ് ആഘോഷവേളയിൽ നാം കാണുന്നുണ്ട്, സ്റ്റാറുകൾ തൂക്കുന്നു, ക്രിസ്മസ് പുൽക്കൂടുകൾ ഒരുക്കുന്നു, തോരണങ്ങൾ ചാർത്തുന്നു, ഒക്കെ സന്തോഷത്തിൻ്റെ ആ വലിയ സുദിനം. ഇന്ന് ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ ഭവനങ്ങളിലൊക്കെ നാം സ്റ്റാറുകൾ തൂക്കുന്നു. ഓരോ നക്ഷത്രം വിളിച്ചോതുന്നതും അതുതന്നെയാണ്. രക്ഷയുടെ സുദിനം നമ്മുടെ കൂടെയുണ്ട്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നതിൻ്റെ അടയാളം. ഓരോ നക്ഷത്രവും മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നു. ലോകത്ത് പ്രകാശം നൽകുന്നത് പോലെ ഓരോ നക്ഷത്രം തൂക്കുമ്പോഴും ഓരോ ദിവസവും നക്ഷത്രത്തിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും നമുക്ക് ഓർക്കാം, നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു, ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, സാന്ത്വനമായി, പ്രകാശമായി, ആശ്വാസമായി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഈ നക്ഷത്രം പോലെ മറ്റുള്ളവർക്ക് നക്ഷത്രശോഭയായി, സ്നേഹമായി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹപൂർണമായ ഒരു ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്.